ഹായ് കൂട്ടുകാരെ! നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. എന്നാൽ പിന്നെ ഇന്നത്തെ വിശേഷത്തിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഇതാ കുറച്ച് ചിക്കൻ വാങ്ങിയെന്ന് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് ഞാനല്ല, വിഷ്ണുവിൻ്റെ അച്ഛനാണ്. പക്ഷേ ഞാൻ ഒപ്പത്തിനൊപ്പം നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാ വെച്ചാൽ അതിലേക്കുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് വിഷ്ണു വന്നത്. അമ്മ ബ്രെഡ് ഉണ്ടോ എന്ന് ചോദിച്ചാണ്ട് കേട്ടോ. അപ്പോൾ ഓന് ചിക്കൻ കണ്ടപ്പോൾ ബ്രെഡ് തിന്നാൻ വലിയൊരാശ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ബ്രെഡ് ഉണ്ട്, അവിടെ അച്ഛൻ കൊണ്ടുവന്ന് വെച്ചതുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾ മൂന്നാളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ വിഷ്ണു അതാ കൊലയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞാനതാ അവിടെ ഉള്ളിയും ചെറിയുള്ളി, വല്യുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നന്നാക്കിയത് തൊലി അവിടെ ഇട്ടേന്നു കേട്ടോ. അപ്പം ഞാൻ എല്ലതും അതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കിയതിന് ശേഷം അമ്മീമ്മ കൊണ്ടുപോയാണ്ട് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളിയൊക്കെ ചതച്ച് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറഞ്ഞു ഇങ്ങോട്ട് നോക്കി ഞാനിപ്പോൾ വരാം, മേല് കഴുകിയിട്ടില്ലെന്ന്. അപ്പോൾ ഒക്കെ റെഡി ആക്കിയാണ്ട് അപ്പം എന്നോട് നേരത്തെ തന്നെ ചിക്കൻ കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് തന്നെ എന്നോട് പറഞ്ഞു തന്നു കേട്ടോ. ഞാൻ ചിക്കൻ വെച്ചുകൊണ്ട് ഈ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെ വെക്കണേനും കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളെല്ലാവരും വീട്ടിലുള്ളവർ ആരായാലും വേണ്ടില്ല, ഞാനായാലും പെണ്ണായാലും വേണ്ടില്ല, കുക്കിംഗ് പഠിച്ചിരിക്കേണ്ട കാര്യത്തിൽ എനിക്ക് അത് നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് കേട്ടോ. അത് നമ്മൾ പെണ്ണുങ്ങൾ തന്നെ കുക്കിംഗ് പഠിച്ചിട്ട് ഓൽക്ക് വെച്ച് കൊടുക്കുക അങ്ങനത്തെ നിയമമൊന്നും ഇല്ല കേട്ടോ. കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ, ഇപ്പോഴല്ല കുറച്ച് കാലം മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ ചേച്ചിയുടെ പേര് പ്രീതിയാണ് കേട്ടോ. പ്രീതി പറഞ്ഞതൊന്നുമല്ല, ബാബിനെ എന്താ അടുക്കളയിൽ ആണുങ്ങളെ കയറ്റി പണിയെടുപ്പിക്കണം, എന്താ ബാബിനിക്ക് പണിയെടുത്താൽ എന്ന് ചോദിച്ചെന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം നമ്മളെല്ലാവരും കുക്കിംഗ് പഠിച്ചിരിക്കണം എന്ന്. ഇനിയിപ്പോൾ കുട്ടികൾ വലുതായി വരികയല്ലേ, ഇനിയിപ്പോൾ വിഷ്ണു ആയാലും ഓന് അത്യാവശ്യം ചായ ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അതേപോലെ ഓന് മുട്ട പൊരിക്കുക, പിന്നെ രാത്രിയത്തെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പൊരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓന് പറഞ്ഞു കൊടുത്താൽ ചെയ്യും കേട്ടോ. ഞാൻ അങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പണികൾ ഓനെ കൊണ്ട് എടുപ്പിക്കലുണ്ട്. കാരണം മക്കൾ അത്ര ആയിട്ടുള്ളൂ, ഓലെ കൈ പൊള്ളും കാല് പൊള്ളും എന്ന് പറഞ്ഞ് നിന്നിട്ടൊന്നും കാര്യമില്ല. പഠിക്കേണ്ട ഒരു സമയത്ത് പോലും പഠിക്കുക. ഇനിയിപ്പോൾ അത് എൻ്റെ ഒരു അഭിപ്രായം പറയാം കേട്ടോ. ഞാൻ എല്ലാവരും അഭിപ്രായം ഒന്നാണ് എനിക്കറിയില്ല. പിന്നെ നമ്മൾ മക്കളെ കൊണ്ടൊന്നും വല്ലാണ്ട് പണി എടുപ്പിക്കില്ല കേട്ടോ. പക്ഷെ ഞാൻ പണി എടുപ്പിക്കുകയല്ല, വിഷ്ണുവിന് ആഗ്രഹം പറഞ്ഞു വരും ഞാൻ പപ്പടം കാച്ചമ്മ എന്നൊക്കെ. പക്ഷെ ഞാൻ അടുത്ത് നിൽക്കും കേട്ടോ. അടുത്തുനിന്ന് എന്തായാലും വിട്ടു പോയി നിൽക്കില്ല. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ ചുക്കാപ്പി ഉണ്ടാക്കി, വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് കൊണ്ടുവന്നത് കാണിച്ചു തന്നില്ലേ. പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ. ഉള്ളി, വല്യുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വാട്ടിയെടുത്തത് ഗ്യാസുമേലാണ് കേട്ടോ. അത് എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ കറി വെള്ളം ഒഴിച്ചതിന് ശേഷം ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അത് അടുപ്പത്ത് വെച്ചാണ് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. പിന്നെ അത് ആ ചിക്കൻ വെന്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇട്ടത്. പൊടികളെല്ലാം ഇട്ടാണ് കറി ആക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ വിഷ്ണു ഇങ്ങനെ ഫോൺ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ അതിലുണ്ട് ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ കൂട്ടി തിന്നണ കണ്ടപ്പോൾ ഓന് വലിയ ആഗ്രഹം. അപ്പോൾ ഓൻ എന്നോട് പറഞ്ഞു അമ്മ നാളെ ചായക്കടി ചപ്പാത്തി ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ എന്ന് ഞാനും പറഞ്ഞു കേട്ടോ. അങ്ങനെ നാളെ രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയും വേണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നാളേക്കും കണ്ട് കുറച്ച് ചിക്കൻ കറി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറ് വിളമ്പാണ് ഞങ്ങൾക്കുള്ളതൊക്കെ. അതിൻ്റെ ഉള്ളിൽ കറി ആയല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പപ്പടം കാച്ചിട്ടുണ്ട്. ചോറ് ഞങ്ങൾക്ക് വിളമ്പി എടുക്കട്ടെ, ഞങ്ങൾ ചോറിനാൻ നിൽക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി മേലൊഴുകി വന്നു കേട്ടോ. പിന്നേന്ന് പറഞ്ഞാൽ നമ്മൾ ആണുങ്ങൾ മാത്രം അടുക്കളയിൽ കയറരുത് എന്നുള്ള നിയമമൊന്നും ഞാനും പറയണില്ല കേട്ടോ. കാരണം ഓല് അത്യാവശ്യം അടുക്കള കാര്യങ്ങൾ പഠിച്ചിരിക്കണത് നല്ലതാണ്. പക്ഷെ നമുക്ക് എപ്പോഴും വെയിച്ചോണം എന്നുണ്ടാവില്ലല്ലോ. എന്താ പറയുക, നമുക്ക് എപ്പോഴും കയ്യൊന്ന് നമ്മളെപ്പോഴും വീട്ടിലുണ്ടായിക്കോണം എന്നുണ്ടാവില്ലല്ലോ. അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറ്റാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ആണുങ്ങൾക്ക് അടുക്കളയിലൊക്കെ കയറി പണിയെടുക്കാമല്ലോ. അങ്ങനെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അഭിപ്രായം എന്താ എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത്. അതായിരുന്നാണ്ട് ഓലെ സ്ഥിരമായിട്ട് പണിയെടുപ്പിക്കാനൊന്നും പോണില്ല, ഇടയ്ക്ക് ഉള്ള കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ അതേപോലെ വിഷ്ണുവിനും ഇടയ്ക്കൊക്കെ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണ ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാനും ഓൻ്റെ ഒപ്പമൊക്കെ നിന്ന് കൊടുക്കും ഉണ്ടാക്കാനൊക്കെ. ഇതേപോലെ ചിക്കൻ പൊരിക്കുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികൾ. അതിൻ്റെ ഇടയിൽ സൂര്യമോള് ചോറായമ്മ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ട്. അത് ചോറും കറിയൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും കേട്ടോ, ഞങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചോറൊക്കെ ഇവിടെ വിളമ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടമാവുണ്ടെന്നില്ല എനിക്കറിയില്ല മക്കളെ. ഞാൻ അധികം എന്തെങ്കിലും ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരാനും കൂട്ടുകാർക്ക്
കമൻറ്റ് ബോക്സ് ഉണ്ടല്ലോ അതുകൊണ്ട് തെറ്റൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരണേ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചോറൊക്കെ തിന്ന് പിന്നെ കടന്നു. പിന്നെ ഞാൻ രാവിലെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ രാവിലെ അടുക്കളയിൽ ഒരുവിധം പണി തീർത്തു, ചായ ഉണ്ടാക്കി, കുടിവെള്ളമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയിട്ട് കുറച്ച് കാലമായി, അതുകൊണ്ട് തന്നെ ഞാനിന്ന് കുറച്ചധികം ചപ്പാത്തി ഉണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ടാവില്ല, എന്തായാലും ഇന്നത്തെ ചപ്പാത്തി ബാക്കിയാവില്ല. പിന്നെ ഞാൻ ചപ്പാത്തി പരത്തുമ്പോൾ അധികം വലിപ്പമായിട്ട് ഞാൻ പരത്തിയെടുക്കൂല കേട്ടോ. ഒരു ഏകദേശം ഈ ഒരു വലിപ്പത്തിലേ പരത്തിയെടുക്കുള്ളൂ. കാരണം മൺചട്ടിയില്ല, ഞാനിതൊരു ഇരുമ്പും ചട്ടിയിലാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ചപ്പാത്തി നല്ലതുപോലെ പൊന്തി വരും കേട്ടോ. എന്തായാലും ഞാൻ ചുടുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എത്ര ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണമെന്ന് വെച്ചാൽ എന്തായാലും 30-ലേറെ ചപ്പാത്തി ഉണ്ട് തോന്നുന്നു. ഞാൻ എണ്ണിയപ്പോൾ 30 കണക്കാണ് കേട്ടോ. 30 കണക്കല്ല, 30 വരെ എണ്ണി, പിന്നെ 32, എന്തായാലും 35 കൂട്ടിക്കോളി. അങ്ങനെ അപ്പം അത്രയും ആണോ ചോദിച്ചാൽ ഞങ്ങളാളുണ്ടല്ലോ, പിന്നെ വിശന്ന് വരികയല്ലേ, എല്ലാവരും വിശപ്പോടെ നിൽക്കുമ്പോൾ 3 4 ചപ്പാത്തി ആർക്കായാലും തിന്നാലോ. പിന്നെ നമ്മൾ ഇഷ്ടത്തോടെ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഈ ചപ്പാത്തി രാവിലെ തന്നെ തിന്ന് തീർക്കണം എന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് തിന്നാത്തവർ ചിലപ്പോൾ ചപ്പാത്തിയും തിന്നും. പിന്നെ വൈകുന്നേരത്തുണ്ടെങ്കിൽ വൈകുന്നേരത്ത് ചായക്കും തിന്നും കേട്ടോ. അപ്പോൾ എന്തിനാ ഇത്രയും തോനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സാധനം തിന്നാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലവർ വയറ് നിറച്ച് തിന്നണവരും ഉണ്ട്, ചിലവർ വയറ് നിറയാതെ ആ ആഗ്രഹത്തിന് വേണ്ടി കുറച്ച് തിന്നണവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒക്കെ ഒരു ഇതെന്ന് ചോദിച്ചാൽ എനിക്കൊക്കെ വല്ലതും തിന്നാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വയറ് നിറയോളം തിന്നണ കൂട്ടത്തിൽ ഞാൻ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ 4 5 ചപ്പാത്തിയൊക്കെ തിന്നും കേട്ടോ. അതെന്താ വെച്ചാൽ ഉള്ള കാര്യം പറയാമല്ലോ, ചെറിയ ചെറിയ ചപ്പാത്തിയാണ്, വലിയ ചപ്പാത്തി ഒന്നല്ല കേട്ടോ. ഞാൻ കാണിച്ചു തന്നില്ല. അപ്പോൾ അത്രയും വലിപ്പം ഒരു 5 തിന്ന് എഴുതിയൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ പിന്നെ ചപ്പാത്തി ആവും ചെയ്യുക, വലിയ കേടില്ലാത്ത സാധനം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ ചപ്പാത്തി പരത്തൽ ഇവിടെ തുടങ്ങുക. പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി പ്ലേറ്റിൽ അട്ടിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ദോശച്ചട്ടി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ചട്ടിയാണ് കേട്ടത്. പക്ഷേ ഇതിൽ ചപ്പാത്തി ചുട്ടാലും നല്ല രസമാണ് കേട്ടോ. ഇനി ഇത് ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കട്ടെ. അങ്ങനെ കുറേയൊക്കെ ഞാൻ ചുട്ടെടുത്തു കേട്ടോ. കുറേയൊക്കെ ചുട്ടെടുത്തതിന് ശേഷമാണ് ഞാൻ വീഡിയോയിൽ കൂട്ടുകാർക്ക് വേണ്ടി കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് പൊള്ളക്കണില്ലേ ചോദിച്ചാൽ ചിലവർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാനിതാ പൊള്ളാക്കാൻ വേണ്ടിയിട്ട് അപ്പുറം മറിച്ച് കൊടുത്താൽ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് പൊള്ളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാക്കണ മക്കളെ, അപ്പുറം ഒന്നും പറഞ്ഞാൽ അങ്ങോട്ട് അമർത്തി കൊടുത്താൽ നമ്മളെ ചപ്പാത്തി ഈ ഒരു രൂപത്തിലായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ചപ്പാത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളെ ചപ്പാത്തി. അപ്പോൾ ഇത്രയും വലിപ്പമുള്ളൂ കേട്ടോ, വലിയ വലിപ്പം പറയാനൊന്നുമില്ല. ഞാൻ നല്ല വട്ടത്തിലും അല്ല പരത്തിയെടുത്തരും, പാകത്തിന്. ഇനി എന്തായാലും ഞാൻ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കട്ടെ. ഒക്കെപ്പാടെ ചൂടുന്നത് വീഡിയോയിൽ കാണിച്ചു തന്നാൽ അത് നിങ്ങൾക്കും മടുത്തു പോവും. അങ്ങനെ മക്കളെ, നമ്മളെ ചപ്പാത്തി ചൂടലൊക്കെ കഴിഞ്ഞു. കറി ചൂടാക്കാണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടാക്കി വെച്ചിട്ടുള്ളൂ. അതിന് ഇന്നലെ ഉണ്ടാക്കിയ ചെമ്പട്ടിയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ചൂടാക്കിട്ടോ. പിന്നെ ഇനി ചൂടാക്കാൻ അവിടെ വേറെ പാത്രത്തിലുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള അരി ഇട്ട് കൊടുത്താണ്ട് ഞാൻ സൂര്യമോൾക്ക് ചായക്കടി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകും. അവൾക്ക് ഞാനിന്ന് വാരി കൊടുത്തേ മതിയാവും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അമ്മ ഇന്ന് പല്ല് തേച്ചെന്നാൽ മതി, അമ്മ ഇന്ന് ചായ തന്നാൽ മതി എന്നുള്ള വാശിയില്ല. ഇനിയിപ്പോൾ ആ വാശിയായിട്ട് ഞാനായിട്ട് കളയണില്ല. കാരണം വാശിക്ക് ഞാൻ നിന്ന് കൊടുത്താൽ വല്ലാത്ത വാശിയും കരച്ചിലും വിളിയേക്കാരം. അതുകൊണ്ട് അരി ഇട്ടാണ്ട് ഞാൻ ഓൾക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പോയി ചായയൊക്കെ കൊടുത്ത് ചായയൊക്കെ ഓള് 2 ചപ്പാത്തി ഓളും തിന്നു. പിന്നെ ഓളിപ്പോൾ ആദ്യത്തെ പോലെ ഒന്നുമല്ല കേട്ടോ. ഇപ്പോൾ വല്ലാണ്ട് മുളകിടാത്ത ചിക്കൻ കറി ആയതുകൊണ്ട് നല്ലോണം മുളക് ഇടൂല. പിന്നെ ഇപ്പോൾ ഇനി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓളും ചിക്കൻ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറേ ദിവസം തിന്നാതെ തിന്നിട്ടാണോ എനിക്കറിയില്ല. എന്തായാലും ഇന്നും ഇന്നലെയൊക്കെ ഓളും ചിക്കൻ തിന്നേനു. അങ്ങനെ ചോറായിട്ടുണ്ട്. ഇനി ഞാൻ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അലക്കാൻ വേണ്ടിയിട്ട് പോവാൻ. അലക്കാനും കുളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജലദോഷം പിടിച്ചുകൊണ്ട് രാവിലത്തെ കുളിയൊക്കെ അങ്ങോട്ട് കടായിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ രാവിലെ കുളിക്കല്ലോ ചോദിച്ചാൽ 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും കുളിയും കഴിയും കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളൊന്നുമില്ലല്ലോ, ബേജാറുമില്ല, ഞാനിപ്പോൾ പണിക്കും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ എന്താ ആക്കം പോലെ എണീറ്റ് പണിയൊക്കെ ഒരുക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഞാൻ നന്ന രാവിലെ എണീക്കാനൊന്നും ഇപ്പം നിൽക്കലില്ല കേട്ടോ. എന്തായാലും ഒരു 6 മണിയൊക്കെ ആവും, എന്നിട്ടൊക്കെ തന്നെ എണീക്കലുള്ളൂ. പിന്നെ മക്കൾ എണീക്കുമ്പോഴത്തേനും ചായയും കടിയൊക്കെ ആയാൽ മതിയല്ലോ. അങ്ങനെ ചോറ് ഊറ്റട്ടെ.
ഇനിയിപ്പോൾ കറി എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ചായക്കടിക്ക് മാത്രമുള്ള ചിക്കൻ കറി ഉള്ളൂ. അതുകൊണ്ട് ഇന്നലെ ബുധനാഴ്ച ആയിരുന്നല്ലോ, ഇന്നലെ പച്ചക്കറിയൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കുഞ്ഞ് സാമ്പാറൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഉപ്പേരിക്ക് എന്താ വെച്ചാൽ അതും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഏതായാലും ചോറ് ഊറ്റിയെടുക്കാൻ നോക്കട്ടെ കേട്ടോ. പിന്നെ നമ്മളോട് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കമൻ്റൊക്കെ നോക്കലുണ്ട് കേട്ടോ മക്കളെ. എന്തായാലും റിപ്ലൈ തരണ്ട്. ഒന്നേറെ വല്ലാണ്ട് ഫോണൊക്കെ നോക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. റിപ്ലൈ തരലുണ്ട്, വായിക്കലുണ്ട്. നമ്മളെന്താ വീട്ടിലേക്ക് പോവാത്തതെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് പോവാത്ത ഒന്നുമല്ല, എനിക്ക് ജലദോഷം ക്ഷീണമാണല്ലോ, അതേപോലെ തന്നെ സൂര്യമോൾക്കും. പിന്നെ ഞങ്ങൾ രണ്ടാൾ വീട്ടിലേക്ക് എന്തായാലും ചെന്ന് അമ്മക്കും ജലദോഷമൊക്കെ പിടിക്കും. ജലദോഷം പിടിച്ചാൽ അമ്മ പിന്നെ എവിടേക്കും പണിക്കും പോവലില്ല, എങ്ങോട്ടും പോവലില്ലല്ലോ. അതുകൊണ്ട് അമ്മക്ക് കഴിയണതും ജലദോഷം ഒന്നും കൊടുക്കാതിരിക്കുക എന്നല്ല. കാരണം ഇത് പകർച്ചേൻ്റെ ഭാഗമാണ് തോന്നുന്നത്. സൂര്യമോൾക്ക് ഉണ്ടായാണ്ട് അതേപോലെ എനിക്കും ഉണ്ടായല്ലോ. പിന്നെ പറഞ്ഞാൽ അമ്മക്കും കൂടെ ഉണ്ടായാൽ വലിയ ബുദ്ധിമുട്ടാണ്. അമ്മക്ക് ചുമ ഉണ്ടാകും, ശ്വാസം മുട്ടലൊക്കെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അമ്മക്ക് ചുമ വന്നാൽ തന്നെ ഒരു വലിവ്, ശ്വാസം വലിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അമ്മ. അതുകൊണ്ടാട്ടോ ഇതൊക്കെ മാറിയിട്ട് പോവാമെന്ന് വിചാരിച്ചാണ്ട്. നമ്മൾ കണ്ടറിഞ്ഞാണ്ട് അങ്ങനെ ചെയ്താൽ ശരിയാവില്ലല്ലോ. പിന്നെ നമ്മൾ അമ്മനെ കൊണ്ട് മണ്ടേണ്ടി വരും. അതുകൊണ്ട് രോഗം വരാതിരിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ചപ്പാത്തി പരത്തിയാണ്ട് ഇങ്ങോട്ട് പോയതാണ് കേട്ടോ. പിന്നെ ഈ ഒരു റൂമിലേക്ക് ഞാൻ വന്നിട്ടേ ഇല്ല, ഇവിടെ വൃത്തിയാക്കി കിട്ടില്ല. അപ്പോൾ എൻ്റെ ചോറൂറ്റലൊക്കെ ഇതാ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ സൂര്യമോൾക്ക് ചായ കൊടുത്തു, പല്ലേക്കലൊക്കെ കഴിച്ചാണ്ട്. പിന്നെ ഇതാ ഞാൻ ഈ ചപ്പാത്തി കുഴച്ചെടുത്തതിൻ്റെ പാത്രം ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഈ മേശമൊക്കെ ഒന്ന് വൃത്തിയാക്കിയാണ്ട് ഇനി ആ പാത്രങ്ങളൊക്കെ പോയി കഴുകട്ടെ കേട്ടോ. ഇനി കുറച്ച് പാത്രങ്ങൾ അവിടെ കഴുകാണ്ട്. ഇന്നലെ ചിക്കൻ വെച്ച പാത്രമുണ്ട്, കഞ്ഞിക്കലമുണ്ട് കഴുകാൻ. ചോറൂറ്റൽ കഴിഞ്ഞാൽ കഞ്ഞിക്കലമുണ്ട് കഴുകാൻ. പിന്നെ ഇതാ അലക്കൽ കഴിഞ്ഞിട്ടില്ല. ഞാൻ പുറത്തുകൂടെ വന്നിട്ടുണ്ട് കേട്ടോ, മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, എനിക്കൊന്നേരം ജലദോഷം മാറട്ടെ, വീട്ടിലേക്ക് പോവാൻ. എന്തായാലും പോയി പോരണം. പിന്നെ ഞാൻ അമ്മനെ ഒരു ദിവസം കണ്ടതാണല്ലോ. പിന്നെ പറഞ്ഞാൽ നിൽക്കാൻ പോവാൻ വലിയൊരാഗ്രഹമുള്ള ഒരാളായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലേക്ക് പോകണം, നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കിയിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ജലദോഷം വന്നത്. പിന്നെ എന്താ വെച്ചാൽ അതൊക്കെ തന്നെ, അല്ലാപ്പം എന്താ ഞാൻ പറയുക. നമുക്ക് നമ്മളെ വീട്ടിൽ പോയി നിൽക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ടും അതിന് ഓരോ തടസ്സങ്ങളായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് മക്കളെ. പിന്നെ എൻ്റെ അമ്മക്ക് കുറച്ച് കാലം നടുവേദന ആയിട്ട് കുറേ മരുന്നും ഗുളികയൊക്കെ കുടിച്ചുകൊണ്ട് നടന്നാണല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ ജലദോഷം കൂടെ ആയാൽ ശരിയാവില്ല. എന്തായാലും എനിക്കൊരു ചെറിയൊരു കുറവ് മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പോകും, എൻ്റെ അമ്മേനെ പോയി കാണും. നമ്മളെ കൂട്ടുകാർക്കും ഞാൻ കാണിച്ചു തരും കേട്ടോ വീഡിയോയിലൂടെ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ മക്കളെ. ഞാനിനി പാത്രം കഴുകാൻ നിൽക്കട്ടെ. വെള്ളം ഇല്ലേന്നു കേട്ടോ, രാവിലെ ഒന്നും വെള്ളം അടിച്ചിട്ടേ ഇല്ലേന്നു. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം വെള്ളം വന്നു. പിന്നെ ഇതാ ഞാൻ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റടിച്ചു വരിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ, അടിച്ചു വരികയാണ്. ഇവിടെയൊക്കെ പാത്രം കഴുകിയാണ്ട് ആകെപ്പാടെ നനഞ്ഞ് വെള്ളമായിട്ടുണ്ട് കേട്ടോ. അതോടെ തന്നെ ഇതിൽ മുറ്റടിക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, വഴിക്ക് വീകുമോ എന്നുള്ള ശ്രദ്ധ എപ്പോഴും വേണം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അലക്കൽ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചെന്നിട്ട് ചായ കുടിക്കാൻ. ഇനിയിപ്പോൾ എനിക്ക് ജലദോഷമോ പനിയൊക്കെ ആണെങ്കിൽ തന്നെ അമ്മ എന്നെ പറയലാണ് കേട്ടോ, അതൊക്കെ മാറിയിട്ട് വന്നാൽ മതിയെന്ന്. കാരണം അമ്മക്ക് അമ്മൻ്റെ ബുദ്ധിമുട്ട് ഞമ്മക്ക് അറിയാമല്ലോ, ഞമ്മക്കും അറിയാം അമ്മക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ ആ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയാണ്ട് അങ്ങനെ ചെയ്യും കേട്ടോ. അങ്ങനെ മക്കളെ, ഞാൻ എൻ്റെ പണികളെല്ലാം ഒരുങ്ങിയതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ചായ കുടിക്കണത് ഞാൻ ചപ്പാത്തിയൊക്കെ നുള്ളി പറിച്ച് പിച്ച് വെച്ചാണ്ട് കേട്ടോ ഞാൻ ചിക്കൻ കറി അയിക്ക് ഒഴിച്ച് കൊടുക്കണത്. കാരണം തിന്നാൻ നേരത്ത് ഇനി നുള്ളി പിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിന് ഓരോന്ന് എടുത്ത് തിന്നാൽ പോരെ. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ. വിശേഷങ്ങളും വീഡിയോ എത്രയേ ഉള്ളൂ, കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണം. ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബായ്.